ഹലോ ഗൈസ്, അപ്പൊ ഇന്നലെ പറഞ്ഞ കഥന്റെ ബാക്കി കോടമഞ്ഞിൽ ഒളിഞ്ഞിരിക്കുന്ന അരിയർ ഫോർട്ടിലെ കവാടം കാണാൻ ഞാനും കുഞ്ഞുമോൻ അങ്ങനെ യാത്ര തിരിച്ചു. ഇനി കുഞ്ഞുമോൻ പറഞ്ഞെന്ന അറിവ് ഞങ്ങൾക്ക് പകർന്നുതരാം. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രിംബകേശ്വറിനടുത്തുള്ള ഹർഷവാടി എന്ന ഗ്രാമത്തിലാണ് ഈ അരിയർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കല്ലുമുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ അരിയർ ഫോർട്ട് കീഴടക്കാൻ പാറ്റ പ്രത്യേകം തയ്യാറാക്കി അവായിച്ചെരുപ്പുമായി മേലോട്ട് പറക്കുന്നു. അല്ലാതെ പറക്കേണ്ട ഇടയിലാണ് കമ്പിന്റെ ഉള്ളിൽ ചറകുടുങ്ങിയത്. ഇനി പോവാനുള്ള എത്രയാണ് വന്ന എത്രയെന്ന് കണക്കെടുക്കണ മുന്നിൽ ഒരു ആരോ മാർക്ക് വെട്ടു. ഇനി അങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ നട്ടം തിരിച്ചു. അപ്പൊ നിലത്ത് വീണ് കിട്ടിയ ഒരു ആരോ മാർക്കും കുത്തനെ പിടിച്ച് ഞങ്ങൾ റോക്കറ്റ് പോലെ മേലോട്ട്. അപ്പോഴാണ് മനസ്സിലായത് നയിപ്പെട്ട പരിപാടിയാണ്. തൊക്കിൽ വെച്ച വെള്ളക്കുപ്പിന്ന് ഒരു മുറുക്ക് വെള്ളം കുടിച്ച് ഞങ്ങൾ അങ്ങനെ നേരെ മുന്നോട്ട് പോകുന്ന വഴികളിലെല്ലാം നമുക്ക് വേണ്ടി റോസാപ്പൂ പോലെ പാറക്കല്ലുകൾ വിരിഞ്ഞു നിൽക്കുന്നു. അതെല്ലാം ഏറ്റുവാങ്ങി രണ്ട് യുവാക്കൾ കോട്ടയുടെ നെറുകയിൽ നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന കുഞ്ഞുമോനോട് ഞാൻ ഇതുവരെ കണ്ടതും കളിച്ചതുമല്ല കളി, ഇനിയാണ് കളി. 5 ഡയലോഗ് അടിച്ച് മേലെ കയറുമ്പോൾ ഒട്ടക്കാർക്കും പിടിച്ച് വലിച്ചു. അങ്ങനെ 80 ഡിഗ്രിയിൽ പാറ കൊത്തിമുറിച്ച് 117 സ്റ്റെപ്പുകൾ താണ്ടി നമ്മൾ അങ്ങനെ കോട്ടയുടെ കവാടത്തിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 3000 ചില്ലാനം അടി ഉയരത്തിലുള്ള ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുണ്ടാക്കിയവരെ നമ്മൾ നമിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ യാദവ് രാജവംശത്തിന്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. അന്നത്തെ കാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന കൽപ്പടവൽ നിർമ്മിച്ച് മേലെ കോട്ടൺ. അങ്ങനെ തുള്ളിച്ചാടി നമ്മൾ കോട്ടന്റെ മേലെ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഒരു പാറമേലും കൊത്തിപ്പിടിച്ച് കയറി ഏറ്റവും മേലേക്ക്. അപ്പോഴാണ് കുഞ്ഞുമോൻ സാർ തളർന്ന് താഴെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്റെ കൈ പിടിച്ചു ഉയർത്തി മേലോട്ട്. ഇപ്പൊ ഈ വീട്ടിൽ നടുവീർപ്പ് ഉയരങ്ങൾ താണ്ടുന്നവർ മാത്രം വിടുന്നതാണ്. അരിയർ ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ആഹ്ലാദായി, ഏകാന്തതായി, റീലായി, സെൽഫിയായി, പാളിയോക്കലായി. അതും കഴിഞ്ഞ് കാലം നീട്ടി കുറച്ചേരം ഇരുന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ വയ്യാണല്ലോ. അപ്പണ്ട് രണ്ടാക്കാലും മേലെ കയറാൻ വയ്യ നോക്കണം. 5 മാസം മുന്നുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അന്ന് ട്രെൻഡിങ് ആയ ചിറാപ്പുഞ്ചി പാട്ടാടി ഞാൻ നടന്നു. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളുള്ളത് അരിയർ ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പിലാണ്. അവിടെയാണ് ഒരു കൊടിയൊക്കെ കാണുന്നുണ്ട്, ഒരു ഓറഞ്ച് കളറിലെ കൊടി. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു കോട്ട പോലെ കാണുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ എന്റെ ഇല്ലാത്ത കഴിവ് പുറത്തെടുത്തത്. അനൗൺസ്മെന്റ് എന്തെന്നറിയാത്ത പന്തലൂരും കാൽക്കളി എന്തെന്നറിയാത്ത കാളിക്കാവും ഏറ്റുമുട്ടുമ്പോൾ 32 ഇറ്റാലിയൻ CFL-ന്റെ വെള്ളി വെളിച്ചത്തിൽ കളിയേറിയ പിന്നെ എന്റെ ഫോളോവർമാരായ ഭായിമാർക്ക് ഞാനൊരു പാട്ട് പാടി കൊടുത്തു. അങ്ങനെ പാട്ടും പാടി ഒറ്റപ്പെട്ട വഴിയിലൂടെ പാറമലിരുന്ന് ഞാൻ നേരെ താഴെ. അപ്പൊ ജെഫ്രി ഷാമിനെ കണ്ടു, ഇബ്രുവിനെ കണ്ടു, ബാപ്പുവിനെ കണ്ടു, ജാവിനെ കണ്ടു. പിന്നെ നമ്മളെ ചെക്കന്മാരൊന്ന് എന്റർടൈൻമെന്റ് ആക്കി. കുഞ്ഞുമോ ലൈക്കുട്ടി താഴേക്കിറങ്ങുന്ന പാതകളെ കുറിച്ച് ഇനി വർണ്ണിച്ചേ മതിയാവും. കണ്ണുകൾ തുറിക്കും, തലച്ചോറുകൾ പെരുക്കും, ഹൃദയങ്ങൾ മിടിമിടിക്കും, കൈകാലുകൾ തരിച്ചു പോകും. അതും പറഞ്ഞ് ഞാൻ താഴത്തേക്കിറങ്ങുമ്പോൾ അവിടെയുള്ള ഒരു ബൈനോക്കുലറിലൂടെ തലയിട്ട് ഞാൻ പുറത്തേക്ക് പോകും. അപ്പൊ കണ്ട കാഴ്ച താഴത്തേക്കിറങ്ങാൻ പറ്റില്ല, കവാടത്തിൽ വരും തിരക്ക്. നമ്മളിപ്പോ കണ്ട അരിയർ ഫോർട്ടിന്റെ കവാടത്തിന്റെ മേലാണ്. ഹലോ, അന്നത്തെ കാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് തന്ത്രപരമായി ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഈ കൽപ്പടവുകൾ ഉണ്ടാക്കി. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് റെയിൽവേ ഗേറ്റ് തുറന്നമാരാണ്. കാറും ജീപ്പും ലോറിയും ബസ്സും 90 മിനിറ്റ് ശ്വാസം പിടിച്ചിരിക്കുന്ന എന്റെ ഫോളോവേഴ്സിനെ സമാധാനത്തിലായിട്ട് അങ്ങനെ ഞാൻ അരിയർ ഫോർട്ട് കീഴടക്കി താഴേക്കിറങ്ങി. അങ്ങനെ അരിയർ ഫോർട്ടിനോട് വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത പ്രയാണം മുംബൈയിലെ ധാരാവിലേക്ക്. അപ്പൊ ബാക്കി കഥ നാളെ പറയാം. ഓക്കെ, ബൈ ബൈ.